അശ്വതി, ഈ രാജധാനി എക്സ്പ്രസിനാണ് ഈ ബാറ്ററികൾ എത്തേണ്ടത്. അത് കാർവാറിലേക്ക് എത്തിക്കും. പിന്നീട് കാർവാറിൽ നിന്നും 1.5 മണിക്കൂർ ഏകദേശം യാത്രയുണ്ട് നമ്മുടെ ഈ സംഭവ സ്ഥലത്തേക്ക് ശിരൂരിലേക്ക് എത്താൻ. അങ്ങനെയാണെങ്കിൽ ഏകദേശം അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും train കുറച്ച് ലേറ്റ് ആണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ ടു അറൈവ്. ട്രെയിൻ അറൈവ് ചെയ്താൽ 1 മണിക്കൂറിലൂടെ എത്തും. ആൻഡ് വിതിൻ അബൌട്ട് 1 hour വിൽ ടു സെറ്റ്. അപ്പോൾ പ്രസന്റ്ലി 12 o'clock ആയിരുന്നു നമ്മുടെ എയിം ഡെഫിനറ്റ്ലി തുടങ്ങാനായിട്ട്. ഇപ്പോൾ ട്രെയിൻ ഡിലേ ആയ കാരണം കുറച്ച് ഡിലേ ഉണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് ഈ മൊബൈലിൽ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. സോ വൺസ് വി സ്റ്റാർട്ട് ദി ഓപ്പറേഷൻസ് ഈ മൊബൈൽ സ്റ്റാൻഡപ്പ് മോഡിലാണ്, സ്റ്റാൻഡ് ബൈ മോഡിലാണ് കുറെ സംസാരിക്കാനും ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട്. സോ മൈ റിക്വസ്റ്റ് ടു ഓൾ ദി മീഡിയ ഈസ് നോട്ട് ടു കോൾ മീ ഓൺ ദിസ് മൊബൈൽ. മൈ നമ്പർ, all of you have that number. Till at least till 3 p.m. or at least till come up on air. അതൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് പ്ലീസ് അവോയ്ഡ് ദാറ്റ്. ഒരുപാട് മീഡിയ കോൾസ് കിട്ടുന്നുണ്ട്. ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക് ടു യു. ഡ്യൂറിംഗ് ഓപ്പറേഷൻസ് ടൈം ഐ വിൽ റിക്വസ്റ്റ് യു ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സമ്മതിക്കണം. ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ കോഓപ്പറേഷൻ. ഒരു മണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1 o'clock തുടങ്ങാൻ പറ്റുമോ നമുക്ക്? Yes. 3 o'clock കൂടി തീരുമോ? എങ്ങനെയാണ്? Yes, within 2 hours we should be able to give you some good information. Not you, the people who have to operate, avarkan information kodukka, but some information we'll get. Okay, sir. But just convey this message regarding not calling me on the mobile till about 4 o'clock at least. We'll get back to you. Thank you. അപ്പോൾ റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ സിംഗ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നിർണായക മണിക്കൂറുകളിലേക്കാണ് നീങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞത് ബാറ്ററി കൊണ്ടുവരുന്ന ട്രെയിൻ അത് കുറച്ച് വൈകിയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒഴുക്ക് ഇപ്പോൾ മഴ വന്നാലും ഒഴുക്ക് കൂടുതൽക്കൊണ്ടിരിക്കും. നമ്മൾ ബോട്ടിൽ താഴെ പോയിട്ട്. Thank you. Now we'll speak only after the operations are over. Kindly maintain a silent media mode as far as the Dibot team is concerned. Please maintain a silence mode and allow us to work with full concentration and minimum disturbance. Weather prediction is not very encouraging, but we are seeing how much we can push our equipment to limit. Rajiv ji and all of us have to be on ground. We are trying to enter the water now immediately to establish another station. Ella weather ne contingency ready akan nokana. Let's see how best we can do. Adanna ipo train late ay karanam it possibly half an hour delay avan chance undu. We'll still try to start by 12 o'clock. ബൈജു, എന്തായാലും ഇന്ദ്രപാൽ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കുറച്ചു വൈകും ദൌത്യം എന്നുള്ളതാണ്, ബാറ്ററികൾ എത്താൻ കുറച്ച് വൈകുന്നു എന്നുള്ളതാണ് അല്ലേ അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും അശ്വതി, അദ്ദേഹം അതിന്റെ കൃത്യമായ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. കാലാവസ്ഥ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും നമ്മൾക്കിപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം കാലാവസ്ഥ അത്ര പ്രതികൂലമല്ല. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥ അത്ര പ്രതികൂലമല്ല. പക്ഷേ ഈ സാധനം എത്താൻ, ഈ ഡ്രോണിന്റെ ബാറ്ററി എത്താൻ സമയം വൈകും. അത് ട്രെയിൻ മാർഗമാണ് വരുന്നത്. കാർവാറിൽ നിന്ന് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ 12 മണിയെങ്കിലും അത് ഇവിടെ എത്താനാകും. 3 മണി 2 മണിയോടുകൂടി ഈ ബാറ്ററി എത്തിക്കഴിഞ്ഞാൽ ഈ ഉപകരണം പ്രവർത്തിച്ച് 2 മണിക്കൂറിനകത്ത് കൃത്യമായ വിവരങ്ങൾ നൽകാനാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. ആ സംഭവ സ്ഥലത്തെ കാര്യങ്ങൾ വിലയിരുത്താൻ അദ്ദേഹം വീണ്ടും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ അപകടം നടന്നതിന് തൊട്ട് 2 കിലോമീറ്റർ ഇപ്പുറമാണ്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ മൊബൈൽ ഒക്കെ ഉപയോഗിക്കുന്നത് ഈ സിഗ്നലിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ നിർണായകമായ ഒരു പരിശോധനയാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ആരുടെ ഭാഗത്തുനിന്നും പ്രവർത്തികൾ ഉണ്ടാകാൻ പാടില്ല. കാരണം വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അർജുനെ തേടിയുള്ള അവസാന മണിക്കൂറുകളിലെ ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടാകരുത്. അദ്ദേഹം കാർവാർ MLA-യുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ തരത്തിൽ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വാഹനം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ശരി, എന്തായാലും ബാറ്ററി എത്താൻ അരമണിക്കൂർ വൈകും. അങ്ങനെയെങ്കിൽ 12 മണിയോടെയാണ് ദൌത്യം ഇനി പുനരാരംഭിക്കാനാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലാണ് നമ്മളോട് സംസാരിച്ചത്.